ഇസ്രായേലിൻ്റെ പ്രതിച്ഛായ തകർന്നെന്ന് ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സമ്മതിച്ചു. കൃത്യവും വ്യക്തമായ രീതിയിൽ ചില നിലപാടുകളും അഭിപ്രായങ്ങളും എനിക്ക് പറയാനുണ്ട് എന്ന തരത്തിലുള്ള മുഖവുരയോട് കൂടിയാണ് ഇസ്രായേലിനെയും അനുബന്ധമായിരിക്കുന്ന സംവിധാനത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചിലത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിലവിൽ സാഹചര്യത്തെയും ലോകാടിസ്ഥാനത്തിലുള്ള നിലപാട് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിച്ഛായ തകർന്നിരിക്കുന്നു. സ്വരൂപിച്ച് കിട്ടുക എന്നുള്ളത് ഇനി ശ്രമകരമാണ്, വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ എല്ലാ നിലപാടിനോടും എല്ലാ കാലത്തും തങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. പല ഘട്ടങ്ങളും തങ്ങളത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ചില ഇടപെടലുകൾ ശ്രദ്ധപൂർവമല്ലാതെ ഇസ്രായേൽ ഫലസ്തീൻ്റെ അകത്ത് നടത്തുന്നു. അതിനാൽ തന്നെ കുറേ പ്രയാസങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഏറെക്കുറെ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ പലസ്തീന് അനുകൂലമായിരിക്കുന്ന നിലപാട് ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലിൻ്റെ ഈ നിലപാടാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറും അവരുടെ നട്ടലും അവരുടെ ഊർജ്ജവും അമേരിക്കയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അവരുടെ ഭാഗത്തു തന്നെ ഈ നിലപാടിന് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം ഫലസ്തീന് അനുകൂലമായും ഇസ്രായേലിനെതിരായിട്ടും നീങ്ങുന്നതിൻ്റെ ഒരുപാട് ലക്ഷണങ്ങളും ഉദാഹരണങ്ങളും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ബെൽജിയം പറഞ്ഞത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളൊന്നാണ് ബെൽജിയം. അവർ പറഞ്ഞു ഫലസ്തീനെ തങ്ങൾ രാഷ്ട്രമായിട്ട് അംഗീകരിക്കും. ഇസ്രായേലിൻ്റെ കാടത്തപരമായിരിക്കുന്ന മനുഷ്യത്വരഹിതമായിരിക്കുന്ന സമീപനത്തോടും നിലപാടിനോടും തങ്ങൾക്ക് യോജിപ്പില്ല. അവർ അംഗീകരിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ബെൽജിയം അത് ചെയ്യുമെന്ന് ബെൽജിയത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരിക്കുന്ന മാക്സിൻ പ്രക്കോട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞു. തൊട്ടടുത്ത മാസം UN സഭാ മീറ്റ് വിളിക്കുന്ന സമയത്ത് തങ്ങൾ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ള രാജ്യത്തിൻ്റെ നിലപാട് ഔദ്യോഗികമായിട്ട് തന്നെ പറയുകയും അതോടൊപ്പം തന്നെ ഫലസ്തീനെ ഈ തരത്തിൽ സഹായിക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറാവുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ ബെൽജിയത്തിൻ്റെ നിലപാട്. ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ ഇതിനു മുൻപ് തന്നെ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കും എന്നുള്ള നിലപാട് പ്രസ്താവിച്ചതാണ്. 147 രാജ്യങ്ങൾ നിലവിൽ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഏറെക്കുറെ ഒരു രാഷ്ട്രത്തിൻ്റെ അംഗീകാരവും പദവിയും തൊട്ടടുത്ത് വരാൻ പോകുന്ന മാസത്തിൽ ഇസ്രായേൽ ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. മാത്രമല്ല, ഒരു രാഷ്ട്രമായി കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഒരു രാഷ്ട്രമായി കഴിഞ്ഞാൽ പിന്നീട് ഒരു രാഷ്ട്ര തലത്തിലുള്ള സായുധ സാമ്പത്തിക മുന്നേറ്റം ഫലസ്തീനുണ്ടാവും. അതെല്ലാ കാലത്തും തങ്ങൾക്ക് സാരമായിട്ട് ബാധിക്കും എന്നൊരു പേടി ഇസ്രായേലിനുണ്ട്. അത് പല ഘട്ടത്തിലും അവരത് പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. രാജ്യമാവാതിരിക്കാനുള്ള സംവിധാനം എങ്ങനെയാണോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരുടെ അഭിപ്രായം. ഗാസ ദുരന്തം ലോകത്തിൻ്റെ കണ്ണീരാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഈ കാനഡ വളരെ സജീവമായ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാനഡ എന്ന് പറയുന്ന സമയത്ത് 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ്. ലോകാടിസ്ഥാനത്തിൽ അംഗീകാരവും സ്വാധീനവുമുള്ള രാജ്യമാണ്. അമേരിക്കയുടെ തൊട്ട അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകത കാനഡക്കുണ്ട്. കാനഡ കുറച്ച് മുമ്പ് തന്നെ ഈ നിലപാട് പറഞ്ഞിരുന്നു. ആദ്യ ഘട്ടത്തിലൊക്കെ ഇസ്രായേലിന് അനുകൂലമായിരിക്കും നിലപാടെടുക്കുകയും ഇസ്രായേൽ ഇവിടെ ഭൂപ്രദേശത്ത് നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ അവർക്ക് സൈനികമായിരിക്കുന്ന സഹായങ്ങൾ, സാമ്പത്തിക സൈനിക സഹായങ്ങൾ പല ഘട്ടങ്ങളിലായി കാനഡ ഇസ്രായേലിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർക്ക് നയത്തിലും നിലപാടിലൊക്കെ മാറ്റം വന്നു. അവർ പിന്നെ ആ മാറ്റത്തിനനുസരിച്ചാണ് പിന്നീട് പ്രതികരിച്ചത്. ഇപ്പോൾ അവർ പോയി ഏകദേശം ഫലസ്തീനിൽ എത്തിയിരിക്കുകയാണ്. ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അവരുടെ കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഫലസ്തീനോടൊപ്പമാണ്. കാനഡയോടൊപ്പം ഓസ്ട്രേലിയ പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു, വിട്ടോ നമുക്കറിയാവുന്നതാണ് ആ രാഷ്ട്രങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ അത് പോയിട്ട് ബെൽജിയത്തിൽ എത്തിയിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ മറ്റൊരു സ്ഥിതി എന്ന് പറയുന്നത് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം, അതാണ് ഇപ്പോൾ വലിയ ചർച്ചയാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ ദിവസം ഒരു എക്സിറ്റ് പോൾ നടത്തി. ഒരു സർവേ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടത്തിയത്. സർവേ നടത്തിയെന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജനകീയ സർവേ.
ചോദ്യം ഇതാണ്, നിങ്ങൾ ഫലസ്തീനെയാണോ ഇസ്രായേലിനാണോ പിന്തുണക്കുന്നത് എന്നുള്ള ചോദ്യം. അതിൽ ഓരോരുത്തർക്കും അഭിപ്രായം രേഖപ്പെടുത്താം. ഒന്നുകിൽ ഫലസ്തീനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ, അതല്ലെങ്കിൽ ഇത് രണ്ടിനോട് താല്പര്യമില്ല. അങ്ങനെ 3 രീതിയിൽ പറയാം. അപ്പൊ അതിൽ 18 മുതൽ 35 വയസ്സ് വരെയുള്ള വോട്ടർ രേഖപ്പെടുത്തിയതിൽ 65% പാലസ്തീനെ പിന്തുണച്ചു. ഇസ്രായേലിന്റെ നയങ്ങളോടോ നിലപാടിനോടോ സമീപനത്തോടോ തങ്ങൾക്ക് ഒരു തരത്തിലും യോജിപ്പില്ല എന്നും ഇസ്രായേലിന് ഒരിക്കലും ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒരു ഭീകര രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന നിലപാടിലേക്കാണ് അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം എത്തിയത് എന്നൊരു പ്രത്യേകത ഉണ്ട്. ആ ഒരു വിഷയം ഇസ്രായേലിനെ തന്നെ ഇപ്പോൾ വല്ലാതെ ചൂട് പിടിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഒരുപാട് ചാനലുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് പറഞ്ഞതിൽ നിന്ന് നേർഘടക വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ആ പ്രവൃത്തി ചെയ്യുന്നു അവരങ്ങനെ തന്നെയാണ്. അവർ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയാൻ, താൻ അധികാരത്തിലേറി 48 മണിക്കൂറിനകം തന്നെ 2 യുദ്ധങ്ങൾ അവസാനിപ്പിക്കുകയും മറ്റു ലോക യുദ്ധങ്ങളിൽ താൻ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അധികാരത്തിലേറിയിട്ട് 6 മാസം ആവാൻ പോവുകയാണ്. ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇല്ല എന്ന് മാത്രമല്ല, 2 രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്ന 4 രാഷ്ട്രങ്ങൾ 2 രാഷ്ട്രങ്ങൾക്കും ഇയാൾ പിന്തുണ നൽകുന്നു യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനോടൊപ്പം ചേർന്ന് നിന്ന് റഷ്യക്കെതിരെയും പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പലസ്തീനെതിരെയും യുദ്ധം നയിക്കുന്ന ഒരു ഇരട്ട മുഖമുള്ള രാജ്യമായി അമേരിക്ക മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ അമേരിക്കയെക്കുറിച്ചുള്ള വളരെ പ്രധാനമായിരിക്കുന്ന പരാതികളിലൊന്ന്, തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ജനാധിപത്യ സംവിധാനവും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏകാധിപത്യ സംവിധാനത്തിലൂടെ ഭരണം നടത്തുന്ന ഒരു നയങ്ങളാണ് പല ഘട്ടങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവാറുള്ളത്. ആ ബൈഡന്റെ അധികാരത്തിൽ ഏറിയ സമയത്ത് ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നീട് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതികളുള്ളത്. അതിൽ മാറ്റം വരുത്താനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ഏറെക്കുറെ ഇപ്പോഴത്തെ നയങ്ങൾ നിലപാട് വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ പൂർണ്ണമായ രീതിയിലൊന്നും ഇസ്രായേലിനെ പിന്തുണക്കുന്നില്ല എന്നുള്ളതാണ്. അത് പുറമേയുള്ള ഒരു വർത്തമാനം എന്നല്ലാതെ യഥാർത്ഥത്തിൽ വലിയ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ ആഫ്രിക്കൻ, അറേബ്യൻ, മിഡിൽ ഈസ്റ്റ് ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്നു എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവർക്കത് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാകുന്നു. പാലസ്തീനെ പിന്തുണക്കുന്നത് കൊണ്ട് അമേരിക്കയുമായിട്ട് മറ്റ് ലോക രാഷ്ട്രങ്ങൾ, 3-4 ലോക രാഷ്ട്രങ്ങൾ, ദരിദ്ര രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളെല്ലാം അകന്നു നിൽക്കുന്നു എന്നുള്ളത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലങ്ങളിൽ ഇവരെ സാരമായിട്ട് ബാധിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി അവസ്ഥകൾ എന്ന് പറയുന്നത് ട്രംപിൻ്റെ നിലപാടിനെ ചില വിമർശനാത്മകമായ രീതിയിൽ ഇസ്രായേലി മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖപ്രസംഗം ഇറക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഗാസ ദുരന്തം ലോകത്തിൻ്റെ കണ്ണീരാണ് എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് തന്നെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഗാസ ഒരു ദുരന്തമാണ്, ലോകത്തിൻ്റെ കണ്ണീരാണ്. മാറി വന്ന നിലനിൽക്കുന്ന 21-ാം നൂറ്റാണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മാരകവും ഭീകരവുമായിരിക്കുന്ന ആക്രമണം ഒരു രാജ്യത്തിലെ നിരപരാധികൾക്ക് നേരെ നടത്തിയിട്ട് അതിനെ ആയുധം കൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ സൈനിക രാജ്യങ്ങൾ മുന്നോട്ട് വരാത്തത് എന്താണ് എന്നുള്ള ചോദ്യവും അവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്നു. ഇസ്രായേലിന് പകരം ഒരു മുസ്ലിം രാജ്യമാണ് ഇത്തരം പ്രവൃത്തി ചെയ്തത് എങ്കിൽ ആ രാജ്യമോ ആ രാജ്യത്തിലെ ഭരണാധികാരികളോ ആ സംവിധാനങ്ങളോ ഇല്ലാത്ത വിധം അമേരിക്ക തകർത്തെറിയുമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊന്നും മറച്ചു വെക്കാനൊന്നും സാധിക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അമേരിക്കയുടെ ഈ വോട്ടവകാശം രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോളിൽ പങ്കെടുത്ത ആളുകളിലെ പ്രധാനികളായിരിക്കുന്ന ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത്. നിലവിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗസയ്ക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും യാതൊരു അയവും വരാത്ത വിധമാണ് ഇപ്പോഴും അക്രമം നടത്തുന്നത് എന്നുകൂടി നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ ഗസയ്ക്ക് സഹായം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ട്രംപ് പറഞ്ഞിരിക്കുന്ന മറുപടി സഹായങ്ങളൊക്കെ നൽകുന്നുണ്ടല്ലോ എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് ആര് ഏത് എന്നൊന്നുമില്ല. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു സഹായ കാര്യങ്ങളൊന്നും ഇതുവരെ ഗസയിൽ എത്തിയിട്ടില്ല. അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് വല്ലാത്ത രീതിയിൽ അവരെ സഹായിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
അപ്പോൾ ഈ യാഥാർത്ഥ്യം കൂടി യഥാർത്ഥത്തിൽ ലോകം ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ എങ്ങനെ പോകുന്നു, അമേരിക്ക എങ്ങനെ പോകുന്നു, രാജ്യങ്ങളുടെ നയങ്ങൾ എങ്ങനെയാണ്, നിലപാടുകൾ എങ്ങനെയാണ്, സമീപനങ്ങൾ എങ്ങനെയാണ്, ഇത് കൃത്യവും വ്യക്തവുമായ രീതിയിൽ ലോകം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണെങ്കിലും ഫലസ്തീനിലെ കീഴടക്കിക്കൊണ്ട് വല്ലാതൊന്നും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സത്യമാണ്. ഈ സത്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട് ഇപ്പോഴത്തെ യൂറോപ്യൻ രാജ്യങ്ങളടക്കം മറ്റ് പല രാജ്യങ്ങളും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. ഭാവിയിൽ അത് അല്ലാതെ വല്ലാതെ വൈകാതെ തന്നെ അമേരിക്കയും ഇസ്രായേലും അത് ഉൾക്കൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.